ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നും ഈ ഒരു ചാനൽ ഇടുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള DIYs ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു DIY കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടാതെ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള ഹെയർ കെയറിൻ്റെ എല്ലാ വിധത്തിലുള്ള ടിപ്സും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പല വിധത്തിൽ നമുക്ക് നെല്ലിക്ക മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ പല വിധത്തിലുള്ളത് നമുക്ക് ഇവിടെ വേണ്ട. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഈ ഒരു പിക്ചറിൽ കാണുന്ന തനി നാടനായിട്ടുള്ള നെല്ലിക്കയാണ്. അപ്പോൾ ഈ ഒരു നെല്ലിക്കയുടെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് പൗഡറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മാർക്കറ്റിലും കിട്ടുന്നുണ്ട്, അതേപോലെ ഓൺലൈനിലും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. സാധാരണ കഞ്ഞിവെള്ളം നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള ആ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടാക്കിയ ആ ഒരു സമയത്തല്ല, അത് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പുളിപ്പിച്ച ശേഷം, അതായത് പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുളി വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു മിക്സ് നിങ്ങളുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്ക് ഹെയർ വളരാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നന്നായിട്ട് കട്ടി കൂടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതിയാവും. ഇങ്ങനെ നിങ്ങൾ 1 മാസം 2 മാസമൊക്കെ ചെയ്യുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. 2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെയർ എന്നും നല്ല വൃത്തിയോടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഏകദേശം അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ആവും ഇത് കഴുകാൻ വേണ്ടിയിട്ട്. അത് കഴുകുന്ന സമയത്ത് അതിൻ്റെ എല്ലാവിധപ്പെട്ടതും കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ, താങ്ക് യു.